ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ ഒരു 4:45 എല്ലാവരും അടിച്ചേ ഉള്ളൂ. എണീറ്റേ പറ്റുള്ളൂ. ഭയങ്കര മടി. എനിക്ക് ഏറ്റവും മടി രാവിലെ എണീക്കാനാണ്. പക്ഷേ മടി പിടിക്കാതെ എണീക്കാം, വേറെ റെഡിയാവാം. ഗൈസ്, ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുവന്ന ഫുഡാട്ടോ ഇത്. ഞാൻ ആക്ച്വലി ഇത് തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന. അപ്പോൾ ആ തലേ ദിവസത്തെ ക്ലിപ്പ് നെക്സ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഞാൻ നാളത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് തക്കാളി, കുക്കുംബർ, പിന്നെ ഞാൻ ഇതിൽ ഇച്ചിരി ചീസ് ഇടുന്നുണ്ട്. നമ്മുടെ മൊസറല്ല ചീസ് ഇവിടെ ഇങ്ങനെ ചെറിയ പാക്കറ്റിൽ ക്യൂബ്സ് ആയിട്ട് മേടിക്കാൻ കിട്ടും, കുറച്ച് ബോൾസ് ആയിട്ട്. സോ അതും പിന്നെ ഇച്ചിരി കടല, ഇതൊക്കെ ഇട്ടിട്ടൊരു സലാഡ് ഉണ്ടാക്കാൻ പോവുക. കാര്യം ഇവിടുത്തെ ബ്രെഡും ഓട്സും എല്ലാ ഫുഡും കഴിച്ച് മടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയിലേക്ക് മാറി. അതാകുമ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടും കഴിക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ കൂടെ ഞാനൊരു ചിക്കൻ റോളോടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഈ തലേദിവസം ഉണ്ടാക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു 10 മിനിറ്റോടെ കൂടുതൽ ഉറങ്ങാം, അല്ലെങ്കിൽ രാവിലെ കിടന്ന് ഓടിപ്പടയും. അപ്പോൾ തലേദിവസം ഈ സലാഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതുപോലെ എബ്രോഡുള്ള ഫുഡൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ സാലാഡ്സൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇതെൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇച്ചിരിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോവുക. സോ ഗൈസ്, നമുക്ക് ഇത്രയും മതി. കാര്യം ബാക്കിയുള്ള എല്ലാം ഇട്ടിട്ട് വരുമ്പോൾ അറിയും. പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സവാളയും കൂടെ ഇടാം. പക്ഷേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാവരുടെ ഫുഡ് കഴിക്കുമ്പോൾ സവാളയൊക്കെ ഇട്ടാൽ രാവിലെ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ സവാള ഇടുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു തക്കാളീസ് മേടിക്കാൻ കിട്ടും. അതുണ്ടോ, ഭയങ്കര ചെറുതും. ഇത് നല്ല മധുരം ഉണ്ടാവും, കുറച്ച് പുളിയുണ്ട്, എന്നാൽ മധുരമുള്ള മിനി ടൊമാറ്റോസ്. സോ നമുക്ക് ഇട്ട് കൊടുക്കാം ഗൈസ്. തക്കാളി, കുക്കുംബർ ഇട്ടിട്ടുണ്ട്. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം, അതാണ് ഈ മൊസറല്ല ചീസ്. ഇത് നമുക്കൊരു വലിയ ബോളായിട്ടും കിട്ടും, അല്ലാതെ ഇങ്ങനെ ഈ ഒരു ഇതിനകത്ത് കുറച്ച് മിനീസായിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. കാര്യം ഇത് ഭയങ്കര സോഫ്റ്റാണ്. ആൻഡ് പിന്നെ പ്രത്യേകിച്ച് തക്കാളിയുടെ ഒപ്പം കഴിക്കാനൊക്കെ അടിപൊളിയാണ്. സോ ഞാൻ ഇതും കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്, കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ എന്നോർത്ത്. ഞാൻ അങ്ങനെ ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയായില്ലേ കാണാൻ. ഇനി ഇതിലേക്ക് എന്താണ് നമ്മളുടെ വെള്ളക്കടല ഇവിടെ ജർമ്മനിയിൽ നമുക്കിങ്ങനെ വേവിച്ച് ഇങ്ങനെ ഒരു വെള്ളത്തിൽ കിട്ടും. എല്ലാം ഓൾറെഡി ഫുൾ പാക്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഇത് നമ്മുടെ നോർമൽ കടല വേവിച്ച ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിടയ്ക്ക് കടൽക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഇതാണ് മേടിക്കാറുള്ളത്. സോ ഇതൊരു ചെറിയ പാക്കായതുകൊണ്ട് തന്നെ നമുക്ക് പകുതി എടുത്തിട്ട് പകുതി നമുക്ക് എടുത്തൊക്കെ വെക്കാൻ പറ്റും. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഗൈസ്. അപ്പോൾ അതേ സലാഡ് ഇവിടെ റെഡിയായി. കാര്യം ഭയങ്കര എളുപ്പമാണ്. ഇതിലേക്ക് ഇനി ഉപ്പ്, പിന്നെന്തേ ഒറിഗാനോയും പെപ്പറും കൂടി ഇടണം. പക്ഷെ ഞാൻ രാത്രി ഇട്ട് വെക്കുന്നില്ല. കാര്യം അങ്ങനെ ആകുമ്പോൾ രാവിലെ കുറേ വെള്ളം വരും ഇതിനകത്ത്. സോ രാവിലെ ഇട്ടിട്ടാണ് ഞാൻ ഈ സീസണിങ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. ഇത് അടച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും, രാവിലെ എടുക്കും, എല്ലാ സാധനങ്ങളും ഇടും, കൊണ്ടുപോകും. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ഞാൻ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പോകണേ. പക്ഷേ ഇന്ന് തന്നെ അത് റോൾ ചെയ്ത് വെക്കത്തില്ല, നാളെ വെക്കത്തുള്ളൂ. കാര്യം ഇന്ന് തന്നെ നമ്മൾ ചിക്കനെല്ലാം കുക്കുംബറും തക്കാളിയൊക്കെ ഇട്ട് റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും നനഞ്ഞ് ഭയങ്കര കുഴഞ്ഞിരിക്കും. സോ ഇന്ന് നമുക്ക് അതിനുവേണ്ടിയുള്ള ചിക്കൻ ക്യാപ്സിക്കം ഒക്കെ സോട്ട് ചെയ്ത് ജസ്റ്റ് എടുത്ത് വെക്കും. ഞാൻ സാധാരണ ഞാനുണ്ടല്ലോ ചിക്കൻ ബ്രസ്റ്റ് പീസ് മേടിച്ച് അത് പുരട്ടി വെച്ച് അത് പിന്നെ ഓരോ സ്ഥലത്ത് വറുത്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഡീപ്പ് ഫ്രോസൺ ചെയ്ത മസാല പുരട്ടിയ ചിക്കൻ ഞാൻ മേടിച്ചു. അതിങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും, കണ്ടോ. ഇത് ഞാൻ ഒരു പ്രാവശ്യം റോൾ ഉണ്ടാക്കി നോക്കി, എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. പിന്നെ ഇതിനകത്ത് ഓൾറെഡി മസാല കൊണ്ട് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. നമ്മളുടെ നാളത്തേക്കുള്ള ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. നമുക്ക് നാളെ കാണാം ഗൈസ്. ഇന്നലെ പറഞ്ഞ പോലെ റോൾ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ സലാഡൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പം തന്നെ സമയം 5:20 എനിക്ക് 5:25 ഇറങ്ങണം. അപ്പോൾ വേഗം റെഡി ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാൻ അങ്ങനെ ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഇപ്പം തന്നെ ഇത് മാറണം. പിന്നെ ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട് ഞാനൊരു ജാക്കറ്റ് കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ 5:30 ഒരു ഇച്ചിരി വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോവാം. കണ്ടോ ഗൈസ്, രാവിലെ ഇപ്പോൾ 5:30 ആയിട്ടുള്ളൂ. പക്ഷേ നല്ലപോലെ വെട്ടം വെച്ചു. ഇതൊക്കെ വിൻ്ററിലാണെങ്കിൽ ഉണ്ടല്ലോ നേരെ മാറും. 7 മണിയാണെങ്കിലും വെട്ടം വരത്തില്ല. ഞാൻ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. നടന്നു പോവാ. രാവിലെ ഒറ്റയ്ക്ക് ഡ്യൂട്ടിക്ക് പോണതാണോ ഒന്നിച്ച് ഡ്യൂട്ടിക്ക് പോകണാണോ? അടിപൊളി. അച്ഛത്തിൽ പറഞ്ഞു കേട്ടോ, ഒരേ ദുഃഖത്തിൽ സഞ്ചരിക്കാം. കാര്യം എന്താണെന്നറിയാം ഗൈസ്, നമ്മൾ രാവിലെ ഇട്ട് പോകുമ്പോൾ ഇവരൊക്കെ ഉറങ്ങുവാണെങ്കിൽ നമുക്ക് വിഷമ. പക്ഷെ എല്ലാവരും രാവിലെ ഒരേപോലെ എണീറ്റ് ഒരേപോലെ ഉറക്കം തോന്നി ഡ്യൂട്ടിക്ക് പോകണമാണ്. അടിപൊളിയാ. സമയം ഇച്ചിരി വൈകിയില്ലേ? കുഴപ്പമില്ല. ഓൾ പ്രിപ്പറേഷൻസ് ഇവിടെ
ഗൈസ് ഇനി നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഡാറ്റിംഗ് ഷൂട്ട്സിനെതിരാണ്. അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കാണാം. പണിയെല്ലാം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ചത്തു. ഓരോ ദിവസം നമുക്ക് ഓരോരോ ഇതായിരിക്കും. ഓരോ ദിവസം ചില ദിവസം നമുക്ക് കുറേ പണിയുണ്ടെങ്കിൽ ചില ദിവസം നമുക്ക് പണി കുറവായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നല്ല പണിയുണ്ട്, മുട്ടിന് താഴേക്കില്ല. ഇനി വീട് സെൻറ്ററോട് ഇച്ചിരി ഇരിക്കാൻ. ബർത്ത്ഡേയുടെ തോന്നുന്നു നമ്മൾ ഇപ്പോഴും കഴിച്ചിട്ടില്ല. സ്വന്തം ജീവിതം സക്സസ് അല്ലെങ്കിലും ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചത് ഏകദേശം വൈകുന്നേരം ഒരു 4 മണിയായിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ നമുക്കിതിങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങാൻ തോന്നും. പക്ഷെ നമ്മൾ ഉറങ്ങരുത്. കാര്യം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഈ 12 മണിയൊക്കെയോ 12 മണിക്ക് കിടന്നിട്ട് രാവിലെ പിന്നെയും 4:30 എണീക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലൊക്കെ വിളിച്ച് ജസ്റ്റ് ഇച്ചിരി ചുമ്മാ കിടക്കും. അത് വീട്ടിലൊക്കെ വിളിക്കും. പിന്നെ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കും. അതുകൊണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോകണം, പിന്നെ കുളിക്കണം, അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട്. സോ ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ കാണാം. ഗൈസ്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ആ കാണുന്ന മഞ്ഞ കണ്ടോ, ഇതാണ് സൂപ്പർ മാർക്കറ്റ്. അതുകൊണ്ട് ഭയങ്കര സുഖമാണ്. ഇവിടെയും കിട്ടിയൊരു സൂപ്പർ മാർക്കറ്റ്. പക്ഷെ ഞങ്ങൾ ഇവിടെ പോവാറില്ല. 3 സൂപ്പർ മാർക്കറ്റ് തന്നെ തൊട്ടടുത്തുള്ളതുകൊണ്ട് ഭയങ്കര സുഖമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ നെറ്റോ എത്തി. അത്യാവശ്യം ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ് ഈ നെറ്റോയിലുള്ളത്. കുറേ വെറൈറ്റീസ് ഉണ്ട് ചീസിൻ്റെ. ഞാൻ ഇന്നലെ സലാഡ് ഉണ്ടാക്കി വെച്ചപ്പോൾ ചീസ് കാണിച്ചെന്നില്ലേ, ഇവിടെ നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. ഞാൻ ഇന്നലെ സലാഡിലിട്ട ചീസ് പല വെറൈറ്റീസ് ഉണ്ട്. കുറച്ച് ഫാറ്റ് കൂടിയതാണെന്ന് തോന്നുന്നു. ഇത് ഫാറ്റ് കുറഞ്ഞത്. പിന്നെ അല്ലാതെ ഒരൊറ്റ ബോളായിട്ട് കിട്ടും. പക്ഷെ ഇത് നമുക്ക് എപ്പോഴെപ്പോഴും ചെറുതായിട്ട് അരിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ തന്നെ ഒരു 100 കൂട്ടം വെറൈറ്റീസ് ഉണ്ട്. കണ്ടോ, മുളകിൻ്റെ അകത്ത് വരെ ഇങ്ങനെ ചീസ് വെച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹണി പെപ്പേഴ്സ്, പല സാധനങ്ങളുണ്ട്. നമുക്കെല്ലാം ഇഷ്ടപ്പെടത്തില്ല, നമുക്കെല്ലാം മേടിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഇത് സലാഡൊക്കെ ഉണ്ട്. ഇതിൽ ഇങ്ങനെ മീറ്റൊക്കെ ഉള്ള സലാഡാണ്. ഈ റോൾ ഉണ്ടാക്കിയപ്പോൾ വെച്ച ചിക്കൻ ഇതാ. ഫ്രോസൺ ആണ് സംഭവം, പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്ന് പണി കഴിയും. അതുകൊണ്ട് ഞാൻ ഇത് ഓർമ്മ എടുക്കുന്നുണ്ടെന്ന്. അത് കടയിൽ പോകുന്നതെല്ലാം അടിപൊളി. 1 2 3 ബാഗ് ചോലാളീസ്. ഞാനൊരു 6:15 ആയപ്പോഴത്തേക്കും കടയിൽ നിന്നൊക്കെ വീട്ടിൽ വന്നത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഈ ഒരു ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് 7 മണിയായി. ഇനി കുറേ പണി ബാക്കി കിടപ്പുണ്ട്. കുളിക്കണം. ഞാനത് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ വെട്ടി ക്ലീൻ ചെയ്ത് പുരട്ടി ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ നാളത്തേക്കുള്ള ഫുഡ് പിന്നെയും പ്രിപ്പയർ ചെയ്യണം. പിന്നെ കിടന്നുറങ്ങണം. ഇതാണ് കേസ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ പുറത്തു പോകുന്നതോ അങ്ങനെ ഒന്നും കാണിക്കാൻ ഇന്നത്തേക്കില്ല. നമ്മളിപ്പോൾ എല്ലാവരും 3rd ഇയർ ഒക്കെ ആയി. സോ കുറേ പഠിക്കാനും പിന്നെ അതുപോലെ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള സ്ട്രെസ് വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ ക്ഷീണോ. അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇപ്പോൾ പോകാറില്ല. ഇടക്ക് വല്ലപ്പോഴും നമ്മൾ പോവും. പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ നമ്മളങ്ങനെ എപ്പോഴും അങ്ങനെ പോകാറില്ല. സോ ഇതൊക്കെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫിൽ സത്യം പറഞ്ഞാൽ നടക്കുന്നത്. നാട്ടിലെ പോലെ തന്നെ. പ്രത്യേകിച്ച് ഇവിടെ നമ്മളിപ്പോൾ കുറേ പേര് ഓർക്കും, ജർമ്മനിയിലാണ് അവർ ഭയങ്കര അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന. അങ്ങനെ എല്ലാ ദിവസവും എല്ലാ ഡേയും അങ്ങനെ ഭയങ്കര അടിപൊളിയല്ല. ഒരു നോർമൽ ലൈഫ്. നാട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ പുറത്തൊക്കെ ഇറങ്ങി അപ്പുറത്തോട് ഇപ്പുറത്തോടൊക്കെ നടക്കുമായിരിക്കും. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും ഇല്ല. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, നമ്മൾ കുക്ക് ചെയ്യുന്നു, നാളത്തേക്കുള്ള സെറ്റ് ചെയ്ത് വെക്കുന്നു, പിന്നെ നമ്മുടെ റൂമിൽ വരുന്നു, പിന്നെയും കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം ഇതുപോലെ ആവുന്നു. എല്ലാ ദിവസവും സെയിം അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ പുറത്തു പോവും. അടിപൊളിയല്ലെന്നല്ല, എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെന്ന് പറയുന്ന പോലെ. കാരണം ചിലർ വിചാരിക്കും ഒരു ജർമ്മനിയിലാണ് അടിപൊളിയാ, എനിക്ക് ഇനി അവിടെ പോകണം, അവരുടെയൊക്കെ ലൈഫ് എന്ത് രസമാണ് എന്നൊക്കെ നമ്മളങ്ങനെ ഓർക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണുന്നത് മാത്രമല്ലല്ലോ. അപ്പം എനിക്കാണെങ്കിൽ ചില സമയത്തൊക്കെ നാട്ടിൽ വന്നാൽ മതിയെന്ന് തോന്നി ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചാന്നും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് നമുക്ക് തോന്നും. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം. അപ്പം അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. സോ യെസ്, ഇനി ചിക്കൻ വെട്ടിയിട്ട് വരാം, അത് സെറ്റ് ചെയ്യാം, പിന്നെ ഞാൻ കുളിക്കണം. അപ്പം ജസ്റ്റ് ഇന്ന് എൻ്റെ ഹെയർ റൊട്ടീൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ മോട്ടിവേറ്റ് ആയിട്ട് എണീറ്റിട്ടുണ്ട്, മടി പിടിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഉണ്ടല്ലോ ചിക്കൻ വെട്ടാൻ പോണേക്കാട്ടും മുന്നേ കുളിക്കുമല്ലോ എന്തായാലും. സോ അതിന് മുന്നേ ഞാൻ തലയിൽ ഈ ഒരു ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡും അതുപോലെ തന്നെ ഒരു ഹെയർ മാസ്കും കൂടെ ഇട്ട് വെച്ചിട്ടാണ് പോയി ചിക്കൻ വെട്ടി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ അതെല്ലാം തലയിൽ പിടിച്ചിരിക്കും. ഈ ഓർഡിനറിയുടെ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ടല്ലോ നമുക്ക് പല യൂസിന് ഉപയോഗിക്കാം. അണ്ടർ ആമിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമ്മളുടെ എൽബോസിലൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്കാൽപ്പിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ തലയിൽ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഓയിലിങ് ചെയ്യാത്തത്. കാര്യം താരനുണ്ടെങ്കിൽ പിന്നെയും ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടത്തേ ഉള്ളൂ.
സാധാരണ എനിക്ക് തലയിൽ എണ്ണയൊക്കെ ഇട്ട് കുളിക്കുമ്പോഴാണ് ആ ഒരു സുഖം കിട്ടാറ്. പക്ഷെ ഇപ്പോൾ താരനുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എണ്ണ ഇടാറില്ല. അതിന് പകരം ഇതിടും. പക്ഷെ 15 മിനിറ്റ് കൂടുതൽ വെക്കുന്നത് കൊള്ളത്തില്ല. സോ ഇതിട്ടിട്ട് ചെയ്യും. പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വാച്ചിലെടുക്കും, ഇങ്ങനെ ഇട്ട് കൊടുക്കും, ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിങ്ങനെ ഇടും. ഭയങ്കര അധികമില്ല, എന്നാൽ കുറച്ചിത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഈ സംഭവം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയത്തില്ല. കുറച്ച് ഓപ്പൺ ചെയ്ത് അത്രയും കുറച്ചേ വരത്തുള്ളൂ. നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് ഇതുണ്ടല്ലോ ഞാൻ ഉപയോഗിച്ചതേ തീർന്നു. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ കുപ്പിയാണ്. കാര്യം അത്രയ്ക്ക് അടിപൊളി. ഇപ്പോൾ ജർമ്മനിലാണ് നിങ്ങളെങ്കിൽ ഇത് നമ്മുടെ റോസ്മെനിലും DM-ലും എല്ലായിടത്തും ഉണ്ടാവും ഗാർണിയറിൻ്റെ. ഞാനിപ്പോൾ കുറച്ച് റീൽസിലൊക്കെ കണ്ടതുണ്ടല്ലോ, ഇതിൻ്റെ ബനാനയാണ് ഏറ്റവും സൂപ്പർ എന്നാട്ടോ. പക്ഷെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇത് അലോവേറയുടെയാണ്. പക്ഷെ ഇതും അടിപൊളിയാണ്. ഇത് പറഞ്ഞ ഹെയർ മാസ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി അധികം നേരം ഇട്ട് വെക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ നമുക്കൊരു റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇച്ചിരി നേരം ഇട്ട് അപ്പത്തിന് അത് കഴുകിക്കളഞ്ഞാൽ മുടിക്കാൻ സോഫ്റ്റ്നെസ് കിട്ടത്തില്ല. ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ഹെയർ ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഹെയറിൻ്റെ ലെങ്തി മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇത് 3-in-1 യൂസാണ്. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ റൂട്ട്സിൽ അപ്ലൈ ചെയ്തു. പക്ഷേ ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. അല്ലാതെ ലെങ്തി മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണേ. എൻ്റെ ഫേവറേറ്റ് സാധനം ഇത്. നല്ല സ്മെല്ലും ആണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ് കിട്ടും മുടിക്ക്. നമുക്കിനി ഒരു 15 മിനിറ്റ് എല്ലാം കൂടെ വെക്കാം. കൈസ് അങ്ങനെ ഞാൻ കുളിച്ചു എല്ലാം സെറ്റായി. നാളത്തേക്കുള്ള ഫുഡെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. പക്ഷേ ഞാൻ അത് കാണിക്കാൻ മറന്നുപോയി. ആൻഡ് ഇപ്പം ഇവിടെ ഉണ്ടല്ലോ രാത്രി 8:45 ഞാനൊരു സൂത്രം കാണിച്ചിരുന്നോളാം. ഇതുണ്ടോ, ഇപ്പോഴും എന്താണ് സൺസെറ്റ് ആയിട്ടില്ല ഇവിടെ. ജർമ്മനിയിൽ ഇപ്പോൾ സമ്മർ ടൈമിൽ ഏകദേശം ഒരു 9:30 കഴിയും സൺസെറ്റ്. 9:30 ആകുമ്പോഴും വെളിച്ചം കാണും. 10 മണിക്ക് ആവും സത്യം പറഞ്ഞൊരു സൺസെറ്റ് ആവണമെങ്കിൽ. അതുപോലെ രാവിലെ വേഗം തന്നെ സൺറൈസ് ആവും. 8:45 ഈ കാണുന്ന ഈ സൂര്യൻ. ഈ ദിവസങ്ങളിലാണെങ്കിൽ നല്ലപോലെ ചൂടാവും ഇവിടെ. ഇന്നൊരു 29 ഡിഗ്രി വരെ ഉണ്ട്. നാളെ ഒരു 32 വരെ പോവും. സോ അങ്ങനെ ആണ് ഇവിടുത്തെ കാലാവസ്ഥ. ഞാൻ കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുടി എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കുറേ പേര് വിചാരിക്കുന്നുണ്ടോ എനിക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് അല്ലെങ്കിൽ എൻ്റെ ഹെയർ ട്രീറ്റഡ് ആണെന്നൊക്കെ. പക്ഷെ അല്ല, ഇപ്പം കാണിച്ചു തരാം. ആക്ച്വലി എൻ്റെ മുടി നല്ല വേവി ഹെയർ ആണ്. ഇതുണ്ടോ, ഇത് പക്ഷേ കുറച്ചും കൂടെ ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കരമായിട്ടും ചുരുണ്ട് വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്കത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടായി. ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഒതുങ്ങിയിരിക്കത്തില്ല, ഭയങ്കര പറന്നിരിക്കുന്ന ഫീലൊക്കെ വരും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എപ്പോഴും സ്റ്റൈൽ ചെയ്തിടുന്നത്. ഞാൻ ഇതൊന്ന് ഡ്രൈ ചെയ്ത് ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കുള്ള എൻ്റെ മുടി. കണ്ടില്ലേ? ഇപ്പം നിങ്ങൾക്കിത് കേളിയായിട്ട് തോന്നും, പക്ഷെ ഇത് കേളിയല്ല. കാര്യം ഇതിങ്ങനെ ഈ ഉണങ്ങി ഞാനിപ്പോൾ ഡ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ഇതിൽ കിടക്കുക. ശരിക്കും നാളെ ആകുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി നിവരും. പിന്നെ ഇത് ഭയങ്കര ഫ്രിസി പോലെ ആവും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ ആ മാസ്ക് കിട്ടോടെ ഇച്ചിരി സോഫ്റ്റ്നെസ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് സ്റ്റൈൽ ചെയ്ത് ഇടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുക. ഇങ്ങനെ ഇടുമ്പോൾ ഇത് ഓക്കെയാണ്. പക്ഷെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കെട്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇതങ്ങനെ വൃത്തിക്ക് ഇരിക്കത്തില്ല. സോ ദിസ് മൈ ഒറിജിനൽ ഹെയർ. ഓൾറെഡി ഞാൻ റീൽസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഇനി അത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. ഇതാണ് ആഫ്റ്റർ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഹെയർ. ഇങ്ങനെയാണ് എന്നെപ്പോഴും നിങ്ങൾ കാണുന്നത്. മറ്റേ ഹെയർ ഞാൻ അങ്ങനെ എല്ലാ കാലത്തൊക്കെ ചെയ്യാറുള്ളൂ. ഇതാവുമ്പോൾ എനിക്ക് ഭയങ്കര സുഖമാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുപോകാൻ. ജസ്റ്റ് രാവിലെ എണീക്കുക, ചുമ്പ കെട്ടിക്കൊണ്ട് പോവുക. വലിയ പണിയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്ട്രെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി ഞാൻ കയറി കിടന്നുറങ്ങും. ഇപ്പോൾ ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ട്. 4:45 പിന്നെ അലാറം വെക്കും, കയറി കിടന്നുറങ്ങും. ഇവിടെ എല്ലാവരും ഉറങ്ങി. രാത്രി അങ്ങനെ ഫുഡ് അങ്ങനെ എല്ലാ ദിവസവും കഴിക്കാറില്ല. ഇന്നലെ ഞാൻ ജസ്റ്റ് ഒരു റോൾ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അങ്ങനെ ചില ദിവസം എനിക്ക് വിശക്കൊന്നുമില്ല. കാരണം നമ്മൾ വൈകുന്നേരം ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട്. പിന്നെ അല്ലാതൊക്കെ ഞാൻ എന്തൊക്കെയോ കഴിച്ചതുകൊണ്ട് എനിക്ക് വിശപ്പില്ല. സോ അതൊക്കെയായിരുന്നു നമ്മളെ ഡേ ഇൻ മൈ ലൈഫിലുണ്ടായിരുന്നത്. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.